ഒരു ഫൗണ്ടർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗ്രൂപ്പിന് അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ എന്ത് സപ്പോർട്ട് ആയിരിക്കും റാക്കിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും? അത് ശരിക്കും കറന്റ്ലി അവരുടെ ഒരു ഓപ്പറേഷണൽ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഏർലി സ്റ്റേജ്, ഒരു പ്രീ റവന്യൂ സ്റ്റേജിന് മുന്നേക്കുള്ള, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാൻ ഒരു ഐഡിയ ആയിട്ട് വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മുതൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രീ റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്ത് നിർത്തി വെക്കുന്നത് വരെയുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു ഏർലി സ്റ്റേജ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്റ്റേജ്, ആ ഒരു 0 to 1 അല്ലെങ്കിൽ 0 to 3 വരെ പറയാവുന്ന ഒരു സ്റ്റേജ്. ആ ഒരു സ്റ്റേജിലുള്ള ആളുകൾക്ക് സ്പെഷ്യലി നമ്മളൊരു കോബിൽഡ് എന്നുള്ള രീതിയിൽ കാണും. നമ്മൾ അവരുടെ കൂടെ ഒരു കോഫൗണ്ടർ പോലെയാണ് റാക്കിന് ജോയിൻ ചെയ്യാൻ പറ്റുക. അതിൽ ഈവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നതും ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ണർ എന്നുള്ള രീതിയിലാണ്, ഒരു സ്ട്രാറ്റജിക്കൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലായിരിക്കും റാക്ക് ഒരു കോഫൗണ്ടർ ആയിട്ട് ഉണ്ടാവുക. പിന്നെ അത് അവിടുന്ന് അടുത്ത സ്റ്റേജ് കടക്കുന്ന ഒരു MSME SME കാറ്റഗറിയിലുള്ള, അതായത് ചെറിയ രീതിയിലൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്, ലാഭം ഉണ്ടാവും, ഓപ്പറേഷനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ കച്ചവടം തുടങ്ങിയപ്പോൾ അങ്ങനെ തുടങ്ങി വന്നു, പക്ഷേ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് എംപ്ലോയിഡ് ആണോ ചോദിച്ചാൽ സെൽഫ് എംപ്ലോയിഡ് ആണ്, എന്ന ബിസിനസ് ആണ് എന്ന രീതിയിൽ പോകുന്ന കുറേ ബിസിനസ്സുകൾ നമുക്കറിയാൻ പറ്റും. അത്തരം ബിസിനസ്സുകൾക്ക് നിലവിലുള്ള സാഹചര്യത്തിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ, നിലവിലുള്ള സാഹചര്യത്തിൽ സർവൈവ് ചെയ്യാൻ നേരെ പോയാൽ പോരാ, അടുത്ത സ്റ്റേജിലേക്ക് കടന്നേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. അവർക്ക് പല റിക്വയർമെന്റ്സിലാവും. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും ഇവരുടെ അടുത്ത് പാർട്ണർ ചെയ്തിട്ട്, കുട്ടി ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ പാർട്ണർ ചെയ്യുന്നു, അവരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നു. പക്ഷേ അത് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു വെഞ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആൻഡ് ഈസിയർ ആയിട്ട് അതിന് ഗൈഡ് ചെയ്യാനും ആൻഡ് നിലവിലുള്ള ഒരു പ്രോസസ്സിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവരുടെ ഗ്യാപ്സ് എല്ലാം ഫൈൻഡ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കൊടുത്ത് അവിടെ ഇംപ്ലിമെന്റേഷൻസ് ചെയ്ത് അതിന് വേണ്ട ടൂൾസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത് സ്കെയിൽ ചെയ്യാനുള്ള രീതിക്ക്, സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഞ്ചർ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വെഞ്ചർ എന്നുള്ള രീതിയിലോട്ട് പ്രോപ്പർ ഒരു ബിസിനസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സെറ്റ് ഓഫ് കാറ്റഗറിയിൽ നിൽക്കുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകളാണ്. അവിടെ നിന്നും കടന്നു ചെന്നിട്ടുള്ള ഒരു ബിസിനസ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് 5 വർഷത്തിൽ കൂടുതൽ ആയിട്ട് ബിസിനസ് സർവൈവ് ചെയ്യുന്ന, അല്ലെങ്കിൽ 10, 20, 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കാറ്റഗറിയിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത ജനറേഷനിലോട്ട് എത്തിയിട്ടുള്ള ടേക്കപ്പ് ചെയ്യുന്ന ക്ലയൻസ് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനൊരു ട്രഡീഷണൽ സ്വഭാവമായിരിക്കും കൂടുതലും ഉണ്ടാവും. അപ്പോൾ ഈ ട്രഡീഷണൽ സ്വഭാവത്തിലുള്ള ബിസിനസ്സുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു സീലിംഗ് ലിമിറ്റ് ഉണ്ടാവും, അവരുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യും, ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ AI ഇന്റഗ്രേഷൻസ് വേണ്ടി വരും, അതുപോലെ ഇ-കൊമേഴ്സ് ഇന്റഗ്രേഷൻസ് വേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഏരിയാസ് ഉണ്ടാവും. ഇത്തരം കമ്പനീസ് ഓൾറെഡി നമുക്ക് നമ്മുടെ ക്ലയൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും സ്കെയിൽ എന്നുള്ള ആക്ടിവിറ്റിയിൽ ഒരു കൺസൾട്ടിംഗ് മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നോർമലി ഒരു കൺസൾട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് കുറച്ചും കൂടി എക്സിക്യൂഷൻ ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതിൽ തന്നെ നമുക്ക് മേ ബി ഇപ്പോൾ 30 വർഷം 20 വർഷമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഗൈഡ് ചെയ്യാൻ നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ കമ്പനീസ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ആ പ്രോജക്ട്സ് ടേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമായിരിക്കും ഒരു കൺസൾട്ടിംഗ് ഏജൻസി ഉണ്ടാവുക, നമ്മൾ മാത്രമായിരിക്കും ഒരു ടെക് ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേരളത്തിലെ ടോപ്പ് ലെയറിലുള്ള പല കമ്പനീസുമായിട്ട് നമ്മൾ ഓൾറെഡി MOU ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ട്, അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ട്. നമ്മൾ ഒരുമിച്ചായിരിക്കും ആ ബിസിനസ്സിനെ ടേക്കപ്പ് ചെയ്യുന്നുണ്ടാവും, ആ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. സോ അവിടെ ഒരു മന്ത്ലി റെക്കറിംഗ് രീതിയിൽ ആ സർവീസ് മോഡലിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരു 1 year അല്ലെങ്കിൽ 2 year കോൺട്രാക്റ്റിൽ ആ ബിസിനസ് ടേൺ ഓവറിനെ നമുക്ക് വലിയ സ്കെയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും അതിന് സസ്റ്റൈനബിൾ ഗ്രോത്ത് അതിന് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1% ചേഞ്ച് അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും വലിയ രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ അതിൻ്റെ ഗ്രോത്തിൽ വിസിബിൾ ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വളരെയധികം എൻക്വയറീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഈ 3 സെഗ്മെന്റിലായിട്ടും നമുക്ക് വരുന്ന ബിസിനസ്സുകാർ ഇപ്പോൾ 3 സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്, 3 ടൈപ്പ് ഓഫ് ബിസിനസ് സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏത് രീതിയിലുള്ള ബിസിനസ്സുകാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് അതിൽ സ്കോപ്പ് ഓഫ് വർക്ക് ഉണ്ടോ നോക്കിയിട്ട് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളതാണ്.